പാകിസ്ഥാൻ പുതിയ ചില അവകാശവാദങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നുള്ള ഏറ്റവും അപകടകരമായ സാഹചര്യമുണ്ട്. പഹൽഗാമിൽ 26 നിരപരാധികളെ കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു, തീവ്രവാദികളെ ആയുധമണിയിക്കുന്നു എന്നൊക്കെയാണ്. മാത്രമല്ല, ഝലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഇന്ത്യൻ തീവ്രവാദിയെ കസ്റ്റഡിയിലെടുത്തു എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ അവകാശവാദങ്ങളൊക്കെ നട്ടാകുരുക്കാത്ത നുണയാണ് എന്ന് ലോകത്തിന് അറിയാം. എന്നാലും പാകിസ്ഥാന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇന്ത്യയെ ക്ഷീണിപ്പിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ശ്രമമാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥ ഈ ഝലം ബസ് സ്റ്റാൻഡിൽ എന്താ സംഭവിച്ചെന്ന് പാകിസ്ഥാൻ പറയുന്നത്? SKN, ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഭീകരവാദത്തിൻ്റെ പേരിൽ മറുപടിയില്ലാതെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ ഏതാണ്ട് സമാനമായ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്നത്. ഇന്നലെ രാത്രിയാണ് പാകിസ്ഥാൻ്റെ ISNPR, അതായത് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻ, സൈന്യത്തിൻ്റെ മാധ്യമ വിഭാഗമാണ്, അതിൻ്റെ മേധാവിയായിട്ടുള്ള ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള അഹമ്മദ് ഷെരീഫ് ചൗധരി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. ആ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അവർ പറയുന്നത് 4 ദിവസം മുമ്പ്, അതായത് ഏപ്രിൽ 25-ാം തീയതി ഝലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു തീവ്രവാദിയെ ഞങ്ങൾ പിടികൂടി. അയാൾ പാകിസ്ഥാൻകാരൻ തന്നെയാണ്, പക്ഷേ ഇയാളെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് എന്നതാണ് ഇവരുടെ ആരോപണം. ഇയാളുടെ പക്കൽ നിന്ന് IEDകൾ, എക്സ്പ്ലോസീവ് ഡിവൈസസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വലിയ തോതിൽ പണം, അതായത് ഇയാളുടെ വീട്ടിൽ പോയി റെയ്ഡ് ചെയ്തപ്പോൾ 10 ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ സേനയിലെ ചിലരുമായി ഇയാൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില ഓഡിയോ സന്ദേശങ്ങളും ഞങ്ങളുടെ കൈവശമുണ്ട് എന്നതൊക്കെയാണ് ഇവർ പറയുന്നത്. ഇന്ത്യൻ സേനയിലെ ചില പേരുകളൊക്കെ ഇതിനൊരു ഒരു ശക്തി കിട്ടാൻ, ഈ ആരോപണത്തിനൊരു ശക്തി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥയ്ക്ക് ശക്തി കിട്ടാൻ വേണ്ടി പാകിസ്ഥാൻ ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയൊക്കെ ചെയ്തു. മേജർ സന്ദീപ് വർമ്മ, അതായത് സമീർ എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നതെന്ന് പറയുന്നു. ഒരു സുഖ്വീന്ദർ എന്നതൊക്കെയാണ്, അങ്ങനെ പല പേരുകളുണ്ട്. ഹവീൽദാർ, അമിത് എന്നതൊക്കെ പറയുന്നു. അങ്ങനെ പല പേരുകളൊക്കെ പറഞ്ഞ് ഒരു തീവ്രവാദിയെ ഞങ്ങൾ പിടികൂടി, ഞങ്ങളുടെ മണ്ണിൽ നിന്ന് ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയായ ഒരാളെ ഞങ്ങൾ പിടികൂടി, പക്ഷേ ഇയാൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് എന്നൊരു ആരോപണമൊക്കെയാണ് ഈ ഘട്ടത്തിൽ അവർ ഉന്നയിക്കുന്നത്. ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ ഇന്ത്യയുടെ പക്കൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെതിരെ നമ്മളിങ്ങനെ ശക്തമായ നിലപാടെടുത്ത് ആ നിലപാടിനോട് അനുകൂലമായ നിലപാട് മറ്റു രാജ്യങ്ങൾ കൂടി സ്വീകരിച്ചു. വിവിധ രാജ്യങ്ങളുടെ തലവന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഒരു പിന്തുണ അറിയിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചില മറുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി ഒരു കഥ മെനഞ്ഞ് ഇങ്ങനെ വരുന്നത്. സ്കേൻ